ഹായ് എവരി വൺ. നമ്മുടെ JEE നീറ്റ് പോലുള്ളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിലേക്ക് നമ്മൾ കടക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കുട്ടികൾ ഞാൻ ഈ ചാപ്റ്റർ പഠിക്കില്ല, ഇത് പഠിച്ചാൽ എനിക്ക് കിട്ടില്ല എന്നൊക്കെ വിചാരിക്കുന്ന ഒരു ചാപ്റ്ററാണ് ഇക്വിലിബ്രിയം. പക്ഷെ ഒരു പരിധിവരെ എല്ലാവരും കെമിക്കൽ ഇക്വിലിബ്രിയം, അതായത് ലെ ഷാർട്ട്ലി പ്രിൻസിപ്പിൾ വരെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൂടുതൽ വെയിറ്റേജ് ഉള്ളൊരു ടോപ്പിക്കാണ് സൊല്യൂബിലിറ്റിയും സൊല്യൂബിലിറ്റി പ്രൊഡക്റ്റിൻ്റെ കോൺസെപ്റ്റ്. JEE മെയിൻ ഫേസ് 1 2025 14 ചോദ്യങ്ങളുണ്ടായിരുന്നു ഇക്വിലിബ്രിയം ചാപ്റ്ററിൽ നിന്ന് ഓവറോൾ. അതിൽ 4 ചോദ്യങ്ങൾ സൊല്യൂബിലിറ്റി പ്രൊഡക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് 4-1 ചോദ്യം ഈ ടോപ്പിക്കിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. നമുക്ക് ഈ ഒരു സെഷൻ മൊത്തത്തോടെ ഒരു 15 മിനിറ്റ് ഉണ്ടാവുള്ളൂ മാക്സിമം. ഈ 15 മിനിറ്റിൽ ഈ ടോപ്പിക്ക് നമുക്ക് മാസ്റ്റർ ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി തന്നെയാണ് ഈ ടോപ്പിക്ക് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഗോ ടു ദ കോൺസെപ്റ്റ്. എന്താണ് സൊല്യൂബിലിറ്റി? നമ്മളൊരു ഗിവൺ ക്വാണ്ടിറ്റി ഓഫ് സോൾവെൻ്റ് എടുത്തു. അത് 1 ലിറ്റർ ആവാം, 1/2 ലിറ്റർ ആവാം, എത്ര വേണേലും ആയിക്കോട്ടെ. സോൾവെൻ്റ് എടുത്തു, ഞാൻ അതിനകത്തേക്ക് സൊല്യൂട്ട് ആഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ആഡ് ചെയ്ത് ഒരു സാച്ചുറേഷൻ പോയിന്റ് എത്തും. എത്രത്തോളം സൊല്യൂട്ട് ആഡ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം സൊല്യൂട്ട് ആഡായി, ഇനി സോൾട്ട് ഡിസോൾവ് ആകില്ല എന്നൊരു പോയിന്റ് എത്തും. എത്രത്തോളം സോൾട്ട് ആ സമയത്ത് നമ്മുടെ ഗിവൺ ക്വാണ്ടിറ്റി ഓഫ് സോൾവെൻ്റ് ഡിസോൾവ് ആയിട്ടുണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് സൊല്യൂബിലിറ്റി. ഓക്കെ, സോ ദ മാക്സിമം എമൗണ്ട് ഓഫ് സൊല്യൂട്ട് that can be dissolved in a given quantity of solvent at a particular temperature. ഇതാണ് സൊല്യൂബിലിറ്റി. സൊല്യൂബിലിറ്റീൻ്റെ ബേസിൽ നമുക്ക് സോൾട്ടുകളെ തന്നെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. സൊല്യൂബിൾ സോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വെള്ളത്തിൽ ഇഷ്ടം പോലെ ഡിസോൾവ് ആവും. പിന്നെ ഉണ്ട് ഇൻസൊല്യൂബിൾ സോൾട്ട്. ഇൻസൊല്യൂബിൾ എന്ന് പറഞ്ഞാൽ ഒരു വെള്ളത്തിൽ ഡിസോൾവ് ആവുകയില്ല, ഇട്ടാലും അവർ ഡിസോൾവ് ആവില്ല. വേറെ ചില സോൾട്ടുകളുണ്ട്, സ്ലൈറ്റ്ലി സൊല്യൂബിൾ സോൾട്ട് എന്ന് വെച്ചാൽ അവരുടെ സൊല്യൂബിലിറ്റി കുറവാണ്. പിന്നെ ഒരെണ്ണമുണ്ട് സ്പാരിംഗ്ലി സൊല്യൂബിൾ സോൾട്ട്. സൊല്യൂബിലിറ്റി പ്രൊഡക്റ്റ് എന്നുള്ള കോൺസെപ്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക സ്പാരിംഗ്ലി സൊല്യൂബിൾ സോൾട്ടിനെ പറ്റി മാത്രം. എന്താണ് സ്പാരിംഗ്ലി സൊല്യൂബിൾ സോൾട്ട്? എ സോൾട്ട് ദാറ്റ് ഹാസ് വെരി ലോ സൊല്യൂബിലിറ്റി ഇൻ വാട്ടർ ലൈക്ക് AgCl, ബേരിയം സൾഫേറ്റ്, സിൽവർ ബ്രോമൈഡ്. ഇതൊക്കെ സ്പാരിംഗ്ലി സൊല്യൂബിൾ ആയിട്ടുള്ള സോൾട്ടുകളുടെ എക്സാമ്പിളാണ്. അതായത് ഇവരുടെ സൊല്യൂബിലിറ്റി വളരെ കുറവാണ്. ഇനി സൊല്യൂബിലിറ്റി പ്രൊഡക്റ്റിൻ്റെ കോൺസെപ്റ്റിലേക്ക് നമുക്ക് കടക്കാം. ഞാനൊരു സ്പാരിംഗ്ലി സൊല്യൂബിൾ സോൾട്ട് എടുക്കുകയാണ്, AgCl. ഞാൻ 1 ലിറ്റർ വെള്ളം എടുക്കുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ AgCl ആഡ് ചെയ്ത് നേരത്തെ പറഞ്ഞ പോലെ സാച്ചുറേഷൻ പോയിന്റ് എത്തി. അതായത് എത്രത്തോളം AgCl ഡിസോൾവ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഡിസോൾവ് ആയി, ആ സ്റ്റേജ് എത്തി. ഓക്കെ, അപ്പോൾ AgCl എന്ത് ചെയ്യും? ഡിസോൾവ് ആവുന്ന സമയത്ത് വെള്ളത്തിൽ ഈ AgCl അയോണൈസ് ചെയ്യും. എന്നിട്ട് എന്തൊക്കെ ഫോം ചെയ്യും? Ag+ അയോണും ഫോം ചെയ്യും, Cl- അയോണും ഫോം ചെയ്യും. Ag+ അയോണും Cl- അയോണും. ഈ 2 അയോണുകളെയും നമ്മുടെ വെള്ളം വന്ന് എന്ത് ചെയ്യും? സറൗണ്ട് ചെയ്യും. നമ്മളതിനെ വിളിക്കുന്ന പേരാണ് ഹൈഡ്രേഷൻ. സോ വാട്ടർ വിൽ സറൗണ്ട് ദ അയോൺസ് ആൻഡ് സ്റ്റെബിലൈസ്. Ag+ Cl- അയോണുകളെ വാട്ടർ സറൗണ്ട് ചെയ്തിട്ട് സ്റ്റെബിലൈസ് ചെയ്യും. നമ്മളതിനെ വിളിക്കുന്ന പേരാണ് ഹൈഡ്രേഷൻ. അപ്പോൾ എനിക്കറിയാം AgCl ഡിസോൾവ് ആയിട്ടോ. ഇനി സൊല്യൂബിലിറ്റീനെ നമ്മളിവിടെ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ, സൊല്യൂബിലിറ്റിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ S എന്നായിരിക്കും. എസ്. അപ്പം ഞാനിവിടെ അസ്യൂം ചെയ്യാണ് S നമ്പർ ഓഫ് മോൾസ് AgCl ഡിസോൾവ് ആയി എന്ന് വിചാരിക്കാം. S നമ്പർ ഓഫ് മോൾസ് AgCl ഡിസോൾവ് ആയി. അപ്പോൾ കറസ്പോണ്ടിങ്ലി S മോൾസ് Ag+ അയോണും S മോൾസ് Cl- അയോണും ഉണ്ടാവും. കറക്റ്റ് അല്ലേ? S മോൾസ് Ag+ അയോൺ ഡിസോൾവ് ആയിട്ടുണ്ട്, S മോൾ Cl- അയോണും ഡിസോൾവ് ആയിട്ടുണ്ട്. ഓവറോൾ S മോൾ AgCl ഡിസോൾവ് ആയി. നോക്കുക, ഇപ്പോൾ ഇവിടെ ഒരു ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ് ആയി. ഇക്വിലിബ്രിയത്തിൽ ആരൊക്കെ ഉണ്ടെന്നറിയോ? ഡിസോൾവ് ആകാത്ത അൺഡിസോൾവ്ഡ് സോൾട്ടും ഉണ്ട്, ഡിസോൾവ് ആയ അയോണുകളും ഉണ്ട്. അപ്പോൾ ഈ ഇക്വിലിബ്രിയത്തിൽ ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറയുന്നത് ഡിസൊല്യൂഷനാണ്, ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ന് പറയുന്നത് ഈ അയോണുകൾ ചേർന്ന് AgCl ആയിട്ട് പ്രസിപ്പിറ്റേഷനാണ്. അപ്പോൾ റേറ്റ് ഓഫ് പ്രസിപ്പിറ്റേഷൻ ആൻഡ് റേറ്റ് ഓഫ് ഡിസൊല്യൂഷൻ ബാലൻസ് ആയിരിക്കുന്ന ഒരു ഇക്വിലിബ്രിയത്തിൽ നമ്മളിവിടെ എത്തിച്ചേർന്നു. ഓക്കെ, ഈ ഇക്വിലിബ്രിയത്തിൽ S നമ്പർ ഓഫ് മോൾസ് സോൾട്ട് ഡിസോൾവ് ആയി, ടെമ്പറേച്ചറൊക്കെ കീപ്പിംഗ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ S മോൾസ് Ag+ അയോണും S മോൾ Cl- അയോണും 1 ലിറ്റർ വാട്ടറിൽ ഡിസോൾവ് ആയിട്ടുണ്ട്. ഇവിടെ ഇക്വിലിബ്രിയം എത്തിയല്ലോ. നമുക്ക് ഈ ഇക്വിലിബ്രിയത്തിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് എന്ന് എഴുതി നോക്കിയാലോ. ലെറ്റ്സ് റൈറ്റ് ദ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് K ഇക്വിലിബ്രിയം. അത് നമ്മളിങ്ങനെ എഴുതുക, കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് Ag+ Cl- രണ്ടിൻ്റെയും പവർ 1 തന്നെയാണ്, ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് AgCl. നോക്കുക, AgCl ഒരു സോൾട്ട് അല്ലേ? പ്യുവർ സോൾട്ടിൻ്റെയും പ്യുവർ ലിക്വിഡിൻ്റെയും കോൺസെൻട്രേഷൻ നമ്മൾ 1 ആയിട്ട് എടുക്കുക. അപ്പോൾ ഈ ഇക്വേഷൻ എനിക്ക് ഇങ്ങനെ റെഡ്യൂസ് ചെയ്യാം. ഇറ്റ് വിൽ ബി കോൺസെൻട്രേഷൻ ഓഫ് Ag+ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ്
Cl-, അല്ലേ? ഇനി നോക്കുക, ഇവിടുത്തെ കോൺസെൻട്രേഷൻ എത്രയാണ്? Ag+ൻ്റെയും Cl-ൻ്റെയും കോൺസെൻട്രേഷൻ എത്രയാണ്? 1 ലിറ്റർ വെള്ളം S മോൾസ് ഓഫ് Ag+ ആൻഡ് Cl- ഈച്ച്. അപ്പോൾ കോൺസെൻട്രേഷൻ എത്രയാണ്? S മോൾ ബൈ 1 ലിറ്റർ. S തന്നെയല്ലേ വരിക? സോ ഈ ഇക്വിലിബ്രിയത്തെ എനിക്ക് എഴുതാം K ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് Ag+ S, കോൺസെൻട്രേഷൻ ഓഫ് Cl- S സ്ക്വയർ എന്ന് വരും. നോക്കുക, ഇത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് തന്നെയാണ്. പക്ഷെ നോക്കിയാൽ ഇവിടെ നമ്മൾ സൊല്യൂബിലിറ്റി ഇൻറ്റു സൊല്യൂബിലിറ്റി എന്നല്ല എഴുതിയേ. അതുകൊണ്ട് തന്നെ ഈ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് നമ്മൾ എന്ത് എഴുതും? സൊല്യൂബിലിറ്റി പ്രൊഡക്റ്റ് എന്ന് എഴുതും, KSP. സോ KSP എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് തന്നെയാണ്, ബട്ട് ഇൻ ടേംസ് ഓഫ് സൊല്യൂബിലിറ്റി. സൊല്യൂബിലിറ്റി എന്നുള്ള ടേമിൽ നമ്മൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എഴുതുന്നു, അതിനെയാണ് നമ്മളിവിടെ സൊല്യൂബിലിറ്റി പ്രൊഡക്റ്റ് എന്ന് വിളിക്കുക. ഇനി ഞാനിവിടെ ഈ ഭാഗം ഒന്ന് ജനറലൈസ് ചെയ്യാണ്. നമ്മൾ ഇതുവരെ എഴുതിയ മൊത്തം ഐഡിയ നമുക്ക് ഇങ്ങനെ എഴുതാം: KSP ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് Ag+ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് Cl- വിച്ച് ഈസ് ഈക്വൽ ടു S സ്ക്വയർ. ഇതാണ് ഈ AgCl എന്നുള്ള സോൾട്ടിൻ്റെ കേസ്. ഇതിപ്പോൾ AgCl മാത്രമല്ല, AB എന്നുള്ള ഏത് സോൾട്ട് എടുത്താലും ഇതേ ഇക്വേഷനാണ് സൊല്യൂബിലിറ്റി പ്രൊഡക്റ്റിന് വരിക, വിച്ച് ഈസ് S സ്ക്വയർ. നമുക്ക് ഇനിയും എക്സാമ്പിളുകൾ എടുത്ത് ചെയ്ത് നോക്കാം. നോക്കിക്കേ, ഞാൻ 2-3 എക്സാമ്പിൾ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. CaF2 നമുക്ക് ഇതേപോലെ ഡിസോൾവ് ചെയ്യുന്നതിനെ പറ്റി ആലോചിച്ച് നോക്കാം. വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ Ca2+ അയോണും ഉണ്ടാവും, 2 F- അയോണും ഉണ്ടാവും. സൊല്യൂബിലിറ്റി S ആണെന്ന് വിചാരിക്കുക. CaF2 സോളിഡ് ആണേ. സൊല്യൂബിലിറ്റി S ആണെങ്കിൽ S മോൾ Ca2+ ഉണ്ടാവും, 2S മോൾസ് F- ഉണ്ടാവും. കാരണം 1 മോൾ കാൽസ്യം ഫ്ലൂറൈഡ് ഡിസോൾവ് ആകുമ്പോൾ 2 മോൾ ഫ്ലൂറൈഡ് അയോൺ ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ സൊല്യൂബിലിറ്റി പ്രൊഡക്റ്റിൻ്റെ ഇക്വേഷൻ എങ്ങനെ വരും? KSP വിൽ ബി ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് Ca2+ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് F- പവർ 2. സ്റ്റോയിഷിയോമെട്രിക് കോഎഫിഷ്യന്റ് മറക്കരുത്. Ca2+ൻ്റെ കോൺസെൻട്രേഷൻ S, F- കോൺസെൻട്രേഷൻ 2S പവർ 2. ഓവറോൾ ഇക്വേഷൻ 4S³ എന്ന് വരും. സോ നോക്കുക, ഈ ഒരു സോൾട്ടിൻ്റെ കേസിൽ KSPയുടെ ഇക്വേഷൻ വരിക 4S³ എന്നാണ് വരിക. ഈ ഒരു കേസിൽ 4S³ എന്നാണ് വരിക, 4S³. ഓക്കെ. അതുപോലെ A2B3 എന്നുള്ള സോൾട്ടിൻ്റെ കേസിൽ നമുക്ക് എഴുതി നോക്കാം. A2B3 എന്നുള്ള സോൾട്ട് വെള്ളത്തിൽ ഡിസോൾവ് ആയ എന്താ ഉണ്ടാവുക? 2 A3- അയോണും 3+ അയോണും 3 B2- അയോണും ആയിരിക്കും ഉണ്ടാവുക. സൊല്യൂബിലിറ്റി S ആണെന്ന് വിചാരിക്കുക. അപ്പോൾ 2S മോൾസ് A ഫോം ചെയ്യും, 2S മോൾസ് A ഫോം ചെയ്യും, 3S മോൾസ് B ഫോം ചെയ്യും. KSPയുടെ ഇക്വേഷൻ എഴുതാം. KSP എങ്ങനെയാണ് വരിക? കോൺസെൻട്രേഷൻ ഓഫ് A3+ സ്ക്വയർ കോൺസെൻട്രേഷൻ ഓഫ് B2- സ്റ്റോയിഷിയോമെട്രിക് കോഎഫിഷ്യന്റ് ഒന്നും മറക്കരുത്. സോ A3+ൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ 2S മോൾസ് ആണ്. സോ 2S പവർ 2. B2- കോൺസെൻട്രേഷൻ 3S പവർ 3. ഓവറോൾ ഇക്വേഷൻ 4 × 3³ 27, 108 S പവർ 5 എന്നായിരിക്കും വരിക. AB3 എന്നുള്ള സോൾട്ടിൻ്റെ കേസ് എടുത്ത് നോക്കാം നമുക്ക്. AB3 എന്നുള്ള സോൾട്ട് വെള്ളത്തിൽ ഡിസോൾവ് ആകുമ്പോൾ A3+ അയോണും 3 B- അയോണുകളായിരിക്കും ഫോം ചെയ്യുക, അല്ലേ? സോ കറസ്പോണ്ടിങ്ലി സൊല്യൂബിലിറ്റി S ആണെന്ന് വിചാരിക്കുക. അപ്പോൾ S മോൾസ് A3+ അയോണും 3S മോൾസ് B- അയോണും ഫോം ചെയ്യും. സൊല്യൂബിലിറ്റി പ്രൊഡക്റ്റിൻ്റെ ഇക്വേഷൻ എങ്ങനെ വരും? കോൺസെൻട്രേഷൻ ഓഫ് A3+ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് B- പവർ 3. സോ A3+ൻ്റെ കോൺസെൻട്രേഷൻ S, B- കോൺസെൻട്രേഷൻ 3S പവർ 3. ഓവറോൾ ഇക്വേഷൻ 27 S പവർ 4 എന്ന് വരും. ഇതുപോലെ തന്നിരിക്കുന്ന സോൾട്ട് ഏതുമായിക്കോട്ടെ, ഈ പ്രകാരം ഒരു അയണൈസേഷൻ ഇക്വേഷൻ എഴുതുക, സൊല്യൂബിലിറ്റി ടേമുകൾ അസൈൻ ചെയ്യുക, സൊല്യൂബിലിറ്റി പ്രൊഡക്റ്റ് എഴുതാൻ പറ്റുക. അത്രയും പറ്റിയാൽ തന്നെ നിങ്ങൾക്ക് ഈ ടോപ്പിക്ക് മാസ്റ്റർ ആയി എന്ന് പറയാൻ പറ്റും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി റാൻഡമായിട്ട് 3 എക്സാമ്പിൾ എടുത്തേ. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിനെ ജനറലൈസ് ചെയ്യാം. നമുക്കൊരു റാൻഡം സോൾട്ട് XpYQ എന്നൊരു സോൾട്ട് ഉണ്ടെന്ന് വിചാരിക്കുക. അയാൾ ഡിസോൾവ് ആവുന്ന സമയത്ത് P മോൾസ് X3+ അയോണും Q മോൾസ് Y_P- അയോണും ഫോം ചെയ്തെന്ന് വിചാരിക്കുക. സൊല്യൂബിലിറ്റി S ആണെന്ന് അസ്യൂം ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ PS മോൾസ് X അയോൺസും QS മോൾസ് Y അയോൺസും ഫോം ചെയ്തിട്ടുണ്ടാവും.
അപ്പോൾ ഇവിടുത്തെ സൊല്യൂബിലിറ്റി പ്രൊഡക്റ്റ് എങ്ങനെയായിരിക്കും വരിക? KSP വിൽ ബി ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് XQ പ്ലസ് പവർ P ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് YP മൈനസ് പവർ Q. XQ പ്ലസിൻ്റെ നമ്പർ ഓഫ് മോൾസ് PS ഹോൾ പവർ P, ഇവിടെ QS ഹോൾ പവർ Q. അപ്പോൾ എന്തായിരിക്കും വരിക? P പവർ P, Q പവർ Q, S പവർ P പ്ലസ് Q എന്ന് വരും. നോക്കുക, ഈ കാണുന്ന ജനറൽ ഇക്വേഷൻ കണ്ടുപിടിക്കുക എന്നത് വരെ ഒരു പ്രീവിയസ് ഇയർ JEE ചോദ്യമാണ്. ഇത് ജനറലൈസേഷൻ ആണ്. ഈ ജനറൽ ഇക്വേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളത് വരെ ഒരു പ്രീവിയസ് ഇയർ JEE ക്വസ്റ്റ്യൻ ആണ്. ഇത്രയും ഭാഗം നിങ്ങൾക്ക് ക്ലിയർ ആണെങ്കിൽ 2025 ചോദ്യങ്ങളിലേക്ക് കടക്കാൻ നിങ്ങൾ റെഡിയാണ്. ലെറ്റ്സ് ഗോ ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നോക്കിക്കേ, നമുക്കിവിടെ ഒരു സോൾട്ട് തന്നിട്ടുണ്ട്, സിർക്കോണിയം ഫോസ്ഫേറ്റ്. സിർക്കോണിയം ഫോസ്ഫേറ്റിൻ്റെ സൊല്യൂബിലിറ്റി കണ്ടുപിടിക്കാനാണ് നമ്മുടെ ചോദ്യം. നോക്കുക, ഇതുവരെ നമ്മൾ ചെയ്ത എല്ലാ കേസുകളിലും നമ്മൾ എന്താ ചെയ്തത്? KSPയുടെ ഇക്വേഷൻ കണ്ടുപിടിച്ചു. KSP ഇൻ ടേംസ് ഓഫ് സൊല്യൂബിലിറ്റി, KSP ഇൻ ടേംസ് ഓഫ് സൊല്യൂബിലിറ്റി, KSP ഇൻ ടേംസ് ഓഫ് സൊല്യൂബിലിറ്റി, എല്ലായിടത്തും നമ്മളതാ ചെയ്തത്. ഈ ചോദ്യം നേരെ തിരിച്ചു ചോദിക്കുന്നു മാത്രം. KSPൻ്റെ ഫോമിൽ സൊല്യൂബിലിറ്റീനെ എഴുതാനാണ് ചോദ്യം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇപ്പോൾ ഫോളോ ചെയ്ത അതേ പാറ്റേൺ നമ്മളിവിടെ ഫോളോ ചെയ്യാണ്. വി ആർ ഫോളോയിങ് ദ സെയിം പാറ്റേൺ. സോ നമ്മുടെ സോൾട്ട് എന്ന് പറയുന്നത് സിർക്കോണിയം ഫോസ്ഫേറ്റ്. ഇത് വെള്ളത്തിൽ ഡിസോൾവ് ആകുമ്പോൾ എന്തൊക്കെ ഉണ്ടാവും? 3 സിർക്കോണിയം 4+ അയോണും ഉണ്ടാവും, 4 ഫോസ്ഫേറ്റ് അയോണും ഉണ്ടാവും. സൊല്യൂബിലിറ്റി എന്ന് പറയുന്നത് S ആണെന്ന് ഇരിക്കട്ടെ. നമ്മുടെ സ്റ്റാർട്ടിങ്ങിലുള്ള സോൾട്ട് സോളിഡ് ആണ്, ബാക്കി എല്ലാവരും അക്വസ് ആണ്. അക്വസ് സൊല്യൂബിലിറ്റി S ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 3S ക്വാണ്ടിറ്റി സിർക്കോണിയം അയോണും 4S മോൾസ് ഫോസ്ഫേറ്റ് അയോണും ഉണ്ടാവില്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ KSPയുടെ ഇക്വേഷൻ എന്ത് വരും? KSP വിൽ ബി കോൺസെൻട്രേഷൻ ഓഫ് സിർക്കോണിയം 4+ അയോൺ പവർ 3, കോൺസെൻട്രേഷൻ ഓഫ് ഫോസ്ഫേറ്റ് അയോൺ പവർ 4. ഇനി ഇതിനെ സൊല്യൂബിലിറ്റിൻ്റെ ഫോമിലേക്ക് ആക്കുക. അപ്പോൾ എന്ത് ചെയ്യും? KSP ഈസ് ഈക്വൽ ടു സിർക്കോണിയം 4+ൻ്റെ നമ്പർ ഓഫ് മോൾസ് 3S പവർ 3, ഫോസ്ഫേറ്റിൻ്റെത് 4S പവർ 4, 3 ക്യൂബ് 27S ക്യൂബ്, 4 പവർ 4 എന്ന് പറയുമ്പോഴത്തേക്കും 16 × 16 ആണ് വരിക, 16 സ്ക്വയർ S പവർ 4. 27 × 16 സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആ വാല്യൂ വരിക 6912. എസിൻ്റെ പവർ S പവർ 7 എന്നായിരിക്കും വരിക. അപ്പോൾ നമുക്ക് KSPയുടെ ഇക്വേഷൻ കിട്ടി. നമ്മളോട് ചോദിച്ചിരിക്കുന്ന സൊല്യൂബിലിറ്റി എത്രയാണെന്നാണ്. അപ്പോൾ ഞാൻ നോക്കിക്കേ, S പവർ 7 എനിക്ക് ഇങ്ങനെ എഴുതാം, KSP ഡിവൈഡഡ് ബൈ 6912. അങ്ങനെയാണെങ്കിൽ S എത്രയായിരിക്കും? 7th root of KSP by 6912. നമ്മുടെ ആൻസർ ഏതായിരിക്കും? ദ ആൻസർ വിൽ ബി ഓപ്ഷൻ A. നോക്കുക, നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി വലിയ ഒരു സോൾട്ട് എടുത്തു എന്ന് മാത്രം. പക്ഷേ ദ മൊമെൻറ്റ് വി മേക്ക് ഇറ്റ് ഇൻ ടു സൊല്യൂബിലിറ്റി ഫോം, സൊല്യൂബിലിറ്റിൻ്റെ ഫോമിൽ എഴുതിയാൽ പിന്നെ എത്ര വലിയ സോൾട്ടാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, ഇത്ര ചെറിയൊരു എക്സ്പ്രഷനിലേക്ക് നമ്മുടെ എൻറ്റയർ പ്രോസസ്സ് ചുരുങ്ങും. കഴിഞ്ഞില്ല. ഇനിയുണ്ട് 2025 ഇതേപോലെ ചോദിച്ച വേറൊരു ചോദ്യം. നോക്കിക്കേ, ഈ ചോദ്യം നോക്കുക, ഇവിടെയും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു കേസാണ് കൊടുത്തിരിക്കുന്നത്. ക്രോമിയം ഹൈഡ്രോക്സൈഡിൻ്റെ സൊല്യൂബിലിറ്റി പ്രൊഡക്റ്റ് KSP നമുക്ക് തന്നിട്ടുണ്ട്. സൊല്യൂബിലിറ്റി എത്രയാണെന്നാണ് ചോദ്യം. ഈ പറഞ്ഞ പാറ്റേണിൽ തന്നെ നമുക്ക് നമ്മുടെ പ്രോസസ്സ് മുൻപോട്ട് കൊണ്ടുപോകാം. നമ്മൾ എന്ത് ചെയ്യുന്നു? CrOH ത്രൈസ് എന്നുള്ള സോൾട്ടിനെ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ അയോണൈസേഷൻ എഴുതുന്നു. Cr3+ ഉണ്ടാവും, 3 OH- അയോണുകൾ ഉണ്ടാവും. സൊല്യൂബിലിറ്റി S ആണെന്ന് വിചാരിക്കുക. ഇതൊക്കെ അക്വസ് ആയിട്ടുള്ള അയോണുകളാണ്. റിയാക്ടൻ്റ് അല്ലെങ്കിൽ റിയാക്ടൻ്റ് സൈഡിലുള്ള സോൾട്ട് സോളിഡ് സ്റ്റേറ്റിലാണ്. അപ്പോൾ സൊല്യൂബിലിറ്റി S ആണെന്ന് ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ S മോൾസ് Cr3+ അയോൺ ഫോം ചെയ്യും, 3S മോൾസ് ഹൈഡ്രോക്സൈഡ് അയോണും ഫോം ചെയ്യും. KSPയുടെ ഇക്വേഷൻ നമുക്ക് എഴുതി നോക്കാം. KSP വിൽ ബി ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് Cr3+ പവർ 1, കോൺസെൻട്രേഷൻ ഓഫ് OH- അയോൺ പവർ 3 അല്ലേ? സോ KSPനെ നമുക്ക് എസിൻ്റെ ഫോമിൽ എഴുതാം. Cr3+ൻ്റെ നമ്പർ ഓഫ് മോൾസ് S, OH- 3S പവർ 3. സോ ഓവറോൾ 27S പവർ 4 എന്ന് വരും. എടാ, ഈ 27S പവർ 4 KSP അല്ലേ?
KSP വിച്ച് ഈസ് 27s⁴. ആ വാല്യൂ നമുക്ക് വന്നിട്ടുണ്ട് എത്ര? 1.6 × 10⁻30. നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞേ? എസ്. അപ്പോൾ s⁴ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1.6 × 10⁻30/27. അപ്പോൾ എസ് എന്തായിരിക്കും? 1.6 × 10⁻30/27ൻ്റെ 4th റൂട്ട് എടുത്താൽ മതി. പവർ 1/4. ഇതായിരിക്കും നമ്മുടെ ആൻസർ. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആൻസർ ഏതായിരിക്കും? എഗെയിൻ എ. ഈ രണ്ട് ചോദ്യങ്ങളും ഒരേ പാറ്റേണിൽ ഒരേ രീതിയിൽ 2025 JEE ചോദ്യമായിട്ട് വന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ലേണിംഗ് ഒന്നുകൂടെ മുൻപോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു ലെവൽ കൂടി ഒരു ചോദ്യം കൂടി ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. നോക്കാം. KSP ഓഫ് MX, MX2, MX3 തന്നിട്ടുണ്ട്. MX, MX2, MX3 ഇവരുടെയൊക്കെ എന്ത് തന്നിട്ടുണ്ട്? സൊല്യൂബിലിറ്റി പ്രൊഡക്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചേക്കുന്ന ഈ സോൾട്ടുകളുടെ സൊല്യൂബിലിറ്റിയുടെ ഓർഡർ എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ചിലർ വിചാരിക്കുക KSP കൂടിയാൽ സൊല്യൂബിലിറ്റി കൂടുമല്ലോ, അപ്പോൾ നമുക്ക് ഏറ്റവും വലിയ വാല്യൂ ആർക്കാണോ അയാൾക്കാണ് ഏറ്റവും വലിയ സൊല്യൂബിലിറ്റി നിങ്ങൾ വിചാരിക്കും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം തെറ്റും. കാരണം സോൾട്ടുകൾ ഒന്ന് MX ഫോമും ഒന്ന് MX2 ഒന്ന് MX3 ആണ്. അപ്പോൾ ഓരോന്നും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കണം. നമുക്കിവിടെ ഓരോന്നോരോന്ന് ചെയ്ത് നോക്കാം. MX എന്നുള്ള സോൾട്ടിനെ പറ്റി ആലോചിക്കുക. അയാൾ M+ X- സോൾട്ടുകളെ അയോണുകളായിട്ട് ഡിസോസിയേറ്റ് ചെയ്യും. S ക്വാണ്ടിറ്റി M അയോൺസും S ക്വാണ്ടിറ്റി X- അയോൺ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ KSPയുടെ ഇക്വേഷൻ എന്താ വരിക? M+ൻ്റെ കോൺസെൻട്രേഷൻ ടു X- കോൺസെൻട്രേഷൻ വിൽ ബി S². ഈ S² വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. അത് എത്രയാ? 4 × 10⁻8. അങ്ങനെയാണെങ്കിൽ S എത്ര? 2 × 10⁻4. അപ്പോൾ ഒന്നാമത്തെ സോൾട്ടിൻ്റെ സൊല്യൂബിലിറ്റി നമുക്ക് കിട്ടി. രണ്ടാമത്തെ സോൾട്ടിലേക്ക് നമുക്ക് പോകാം. രണ്ടാമത്തെ സോൾട്ട് MX2 ഫോമിലുള്ള സോൾട്ടാണ്. MX2 ഡിസോൾവ് ആവുന്ന സമയത്ത് M2+ അയോണും 2 X- അയോണും ഉണ്ടാവും. കറസ്പോണ്ടിങ്ങിലി എസും 2s. KSP എങ്ങനെയായിരിക്കും വരിക? ഇറ്റ് വിൽ ബി S × 2s² എന്നല്ലേ വരിക? കോഎഫിഷ്യൻ്റ് ഒന്നും മറക്കല്ലേ. സോ ദിസ് വാല്യൂ വിൽ ബി 4s³. 4s³ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ടാ 3.2 × 10⁻14. അങ്ങനെയാണെങ്കിൽ S³ വാല്യൂ എന്ത് വരും? 0.8 × 10⁻14 എന്നോ 8 × 10⁻15 എന്നോ എഴുതാം. അപ്പോൾ S എത്രയായിരിക്കും? S വാല്യൂ ഈ 8 × 10⁻15ൻ്റെ ക്യൂബ് റൂട്ട് ആയിരിക്കും. 8ൻ്റെ ക്യൂബ് റൂട്ട് 2, 10⁻15ൻ്റെ ക്യൂബ് റൂട്ട് -5. രണ്ടാമത്തെ സോൾട്ടിൻ്റെ സൊല്യൂബിലിറ്റി 2 × 10⁻5. ഇനി നമുക്ക് മൂന്നാമത്തെ സോൾട്ടിലേക്ക് കിടക്കണം. സോ മൂന്നാമത്തെ സോൾട്ട് എന്ന് പറഞ്ഞാൽ MX3 ആണ്. ആ സോൾട്ടിൻ്റെ സൊല്യൂബിലിറ്റി പ്രൊഡക്റ്റ് നമുക്ക് നോക്കണം. MX3 സോൾട്ട് അയാൾ ഡിസോൾവ് ചെയ്ത് എന്തൊക്കെയുണ്ടാവും? M3+ അയോണും 3 X- അയോണും ഉണ്ടാവും. സോ എസും 3s. KSP എങ്ങനെയായിരിക്കും വരിക? KSP വിൽ ബി S × 3s³. സോ 27s⁴ എന്ന് വരും. ഈ 27s⁴ വാല്യൂ ആണ് എത്ര? 2.7 × 10⁻15. S⁴ വാല്യൂ എന്ത് വരും? 2.7/27 എന്ന് പറയുമ്പോൾ 0.1 × 10⁻15 എന്ന് വരും. ദാറ്റ് വിൽ ബി 10⁻16. അങ്ങനെയാണെങ്കിൽ S എത്ര വരും? 10⁻16ൻ്റെ 4th റൂട്ട്. ദാറ്റ് വിൽ ബി 10⁻4. ഇനി നോക്കിക്കേ, ഏറ്റവും കൂടുതൽ സൊല്യൂബിലിറ്റി ആർക്കാ ഉള്ളത്? ഇത് 1 × 10⁻4, 2 × 10⁻4, 2 × 10⁻5. ഏറ്റവും വലിയ വാല്യൂ ഒന്നാമത്തെ സോൾട്ട്. പിന്നീടാണ് ഇയാൾ, അതിനുശേഷമാണ് 10⁻5 വരുന്ന ആൾ വരിക. സോ ഓർഡർ ഓഫ് സൊല്യൂബിലിറ്റി വരിക MX, MX3, MX2. ദ കറക്റ്റ് ആൻസർ ഹാസ് ടു ബി 4. 4 ആയിരിക്കും നമ്മുടെ കറക്റ്റായിട്ടുള്ള ആൻസർ. സോ ഇനി നിങ്ങൾക്ക് ഒരു ബോണസ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതാ ആ ചോദ്യം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു കാൽക്കുലേഷൻ ബേസ്ഡ് ചോദ്യമാണ്. M2SO4 എന്ന് പറഞ്ഞൊരു സോൾട്ടുണ്ട്. ഈ സോൾട്ടിൻ്റെ KSP നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. മാക്സിമം കോൺസെൻട്രേഷൻ ഓഫ് സൾഫേറ്റ് അയോൺ പോസിബിൾ ഇൻ എ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. നമുക്ക് എന്ത് ചെയ്യാം? M2SO4ൻ്റെ കേസ് ഒന്ന് എഴുതി നോക്കാം. M2SO4 ഡിസോൾവ് ചെയ്ത് എന്തൊക്കെ ഉണ്ടാവും? 2 M+ അയോൺ ഉണ്ടാവും, ഒരു സൾഫേറ്റ് അയോൺ ഉണ്ടാവും. സൊല്യൂബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? S ക്വാണ്ടിറ്റി സോൾട്ട് ഡിസോൾവ് ആയി എന്ന് വിചാരിക്കുക. കറസ്പോണ്ടിംഗ്ലി 2s മോൾസ് M അയോൺസും S മോൾസ് സൾഫേറ്റ് അയോണും ഉണ്ടാവും. KSPയുടെ ഇക്വേഷൻ എന്താ? 2s² × S എന്നല്ലേ വരിക? ദാറ്റ് വിൽ ബി 4s³.
നമുക്ക് ആ വാല്യൂ വന്നിട്ടുണ്ട് എത്ര? 3.2 × 10⁻⁻5. കറക്റ്റ് അല്ലേ? നമ്മളോട് എന്താ ചോദിച്ചേക്കുന്നതെന്ന് നോക്കിയേ. മാക്സിമം കോൺസെൻട്രേഷൻ ഓഫ് സൾഫേറ്റ് അയോൺ എന്ന് പറഞ്ഞാൽ എന്താ? സൊല്യൂബിലിറ്റി. സൊല്യൂബിലിറ്റി എന്നുള്ള ടേം ഈ ചോദ്യത്തിൽ ഡയറക്റ്റായി തന്നിട്ടില്ല എന്നേ ഉള്ളൂ. ബേസിക്കലി ചോദിക്കുന്ന സൊല്യൂബിലിറ്റി എന്താണെന്നോ. പക്ഷെ ആ പറയുന്നതിന് പകരം മാക്സിമം കോൺസെൻട്രേഷൻ ഓഫ് സൾഫേറ്റ് അയോൺ എത്രയും ചോദിക്കുന്നു. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് സൊല്യൂബിലിറ്റി. സോ ഈ ചോദ്യം നിങ്ങൾക്കുള്ളതാണ്. ചോദ്യത്തിൻ്റെ ലാംഗ്വേജ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. സോ ഫൈൻഡ് ഔട്ട് എസ് വാല്യൂ, അത് തന്നെയാണ് ഇവിടുത്തെ സൊല്യൂബിലിറ്റി. നിങ്ങളുടെ ആൻസർ നിങ്ങളുടെ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു. ഇതുപോലെ നിങ്ങൾക്ക് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് വേണമെന്ന് ആഗ്രഹമുള്ള ടോപ്പിക്കുകളും നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. സോ ഇന്നത്തെ ഈ ഒരു സെഷൻ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. ബൈ ബൈ ഗൈസ്, ടേക്ക് കെയർ, സീ യു അഗെയിൻ.